വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ഡൽഹി വരെ പോവുകയാണ് ഒരാഴ്ചത്തേക്ക്. അപ്പം ഫ്ലൈറ്റ് വന്നിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഒരു 1:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് ബോർഡിംഗ് ടൈം വന്നിട്ട് 10 മണിക്കാണ്. 1:30 ഇറങ്ങിയെന്ന് വെച്ചാൽ കുറച്ച് സാവധാനം മെല്ലെ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പോവാലോ എന്ന് പറഞ്ഞാണ് അപ്പം ഇറങ്ങിയത്. എന്നിട്ടും കുറച്ച് സ്ഥലങ്ങളിൽ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോണത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റണമല്ലോ. കാരണം എനിക്ക് തലേ ദിവസമൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം കുറച്ച് ബിസി ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. പക്ഷെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ എയർപോർട്ടിൽ ചെന്നപ്പം എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കയറാറായല്ലോ. കാരണം ഞാൻ എയർപോർട്ടിൽ കൂട്ടാനൊക്കെ പോയിട്ടുള്ളൂ. അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ചേട്ടന്മാരൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടാക്കാനൊക്കെ പോയിട്ടേ ഉള്ളൂ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു തന്നായിരുന്നു. ആ ഒരു ഊഹാബോധത്തിലകത്ത് കയറി ലഗേജിൻ്റെ സെക്ഷനിൽ വിട്ട് പിന്നെ നമുക്ക് ഗേറ്റ് നമ്പർ കിട്ടും. അപ്പോൾ ആ ഒരു ഗേറ്റ് നമ്പർ നോക്കി അവിടെ പോയി ഇരുന്ന് ലാസ്റ്റ് ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ വിൻഡോ സൈഡിലായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പേടിക്കുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. പക്ഷേ എനിക്ക് അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് ചെവി അടഞ്ഞ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിരുന്നു. പിന്നെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മളുടെ ലഗേജൊക്കെ എടുത്തിട്ട് ഒരു 3:30 ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയാനായിട്ട്. എനിക്ക് ഫ്ലൈറ്റിലെ AC-നേയും കാട്ടിയും തണുപ്പ് പുറത്തുള്ള പോലെ തോന്നി. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ച് ഞാൻ ബർഗറും പിന്നെ മസാല ചായയാണ് കുടിച്ചത്. ബർഗർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ മസാല ചായ എനിക്ക് സിപ്പ് ചെയ്തപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതൊന്ന് തണുത്തിട്ട് ഒറ്റ വലിക്ക് കുടിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം പോലെ തോന്നിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. ഒരു ഊബർ വിളിച്ച് വീട്ടിലോട്ട് പോയി. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ടാറ്റാ.